ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. രാവിലെ കുഞ്ഞൂസിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു, കുളിച്ച് റെഡിയായി ഞങ്ങൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കുഞ്ഞൂസ് ഇന്ന് നല്ല അപ്പവും ബീഫ് കറിയും ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇരുന്നു, മമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിരുന്ന് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കുഞ്ഞൂസ് ഉണ്ടാക്കിയ അപ്പവും ബീഫ് കറിയും കഴിച്ച് ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അതായിരുന്നു ശരിക്കും. വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് വേറെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ഉണ്ടാക്കിയില്ല. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടിനി ഇന്ന് എല്ലാവരും ചോദിച്ചിരുന്നു ഇന്ന് വേറെ സ്പെഷ്യൽ ഇതൊന്നും ഇല്ലേ എന്നുള്ളത്. പക്ഷേ ഞങ്ങളിവിടെ വീട്ടിലുള്ള സ്പെഷ്യൽ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇതാ ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ പുറത്ത് പോകുന്നത് എങ്ങോട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് പറയുന്നതിനേക്കാളുപരി നിങ്ങളത് നേരിട്ട് കാണുമ്പോഴായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് മാറി താഴെ വന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്താ പറയുക, ഒരു നോർമൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നതിനേക്കാളൊക്കെ മോർ ഹാപ്പിനെസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം. ഞങ്ങളിവിടുന്ന് റെഡിയായി പോയി ഇതാ ഞങ്ങൾ എത്തിച്ചേർന്ന സ്ഥലമാണിത്. ഇത് ഒരു കുറേ അമ്മമാരുള്ള ഒരു സ്ഥലത്ത് ആ ഒരു അമ്മമാർക്ക് ഇന്ന് ഞങ്ങളുടെ ഇതിൽ ഫുഡ് കൊടുക്കാമെന്ന് കരുതി അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു വന്ന വഴി ഞങ്ങൾ പള്ളിയിൽ കയറി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് കരുതി ഞങ്ങളങ്ങനെ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കലൂർ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലാണ് നമ്മൾ കയറിയത്. അവിടെ വന്ന് നമ്മൾ അന്തോണീസ് പുണ്യാളൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മാലയൊക്കെ ഇട്ട് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും വീണ്ടും ഇതുപോലെ തന്നെ സന്തോഷവും അനുഗ്രഹവും എല്ലാം നിറഞ്ഞ ഒരു വർഷങ്ങളായിരിക്കട്ടെ ഇനി മുന്നോട്ടുള്ളത് എന്ന് നമ്മൾ പുണ്യാളൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് മാലയൊക്കെ ഇട്ട് നമ്മളുടെ ഇന്നത്തെ ഈ സന്തോഷത്തിൻ്റെ ഇത് നമ്മൾ അതിന് പുണ്യാളനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇതാ കുഞ്ഞൂസ് മാലയിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുഞ്ഞൂസ് ഇതാ പുണ്യാളൻ്റെ അടുത്തെത്തി നിന്ന് മാലയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ആ ചേട്ടൻ അവിടെ നിന്ന് മാല എടുത്തു. അപ്പോൾ കുഞ്ഞൂസ് മാലയിട്ട് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞൂസ് മാലയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിരുന്നൊരു സമയമാണ്. പിന്നെ കരുതി കേക്കൊന്നും മുറിച്ചില്ലല്ലോ, അപ്പോൾ വീട്ടിൽ ജസ്റ്റ് ഒരു കേക്ക് മുറിക്കണം എന്നുള്ളത് കുഞ്ഞൂസിൻ്റെ വളരെ ആഗ്രഹമായിരുന്നു. അങ്ങനെ പോയി ഒരു കേക്ക് വാങ്ങിച്ചു. അത് കൊണ്ടുവന്ന് വെച്ചാൽ കേക്കാണിത്. ഒരുപാട് വലിയ കേക്കുകളൊന്നും വാങ്ങിച്ചില്ല, ഞങ്ങൾ ചെറിയൊരു കേക്ക് വാങ്ങിച്ചു. വേറെ ആളുകളൊന്നുമില്ല, ഞങ്ങൾ മാത്രം, ഞാനും കുഞ്ഞൂസും മമ്മിയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാം എന്ന് കരുതി അങ്ങനെ കേക്കൊക്കെ ഇതാ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കേക്ക് കട്ട് ചെയ്ത് ഒരു കഷ്ണം എടുത്ത് കുഞ്ഞൂസിന് കൊടുത്തു. കുഞ്ഞൂസ് അത് കട്ട് ചെയ്ത് ഇതാ എടുത്ത് തന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു പീസ് എടുത്ത് കുഞ്ഞൂസിന് കൊടുക്കുകയാണ്. ഇതാ ഒരു കഷ്ണം കുഞ്ഞൂസിന് കൊടുത്തു. കുഞ്ഞൂസ് ഹാപ്പിയായി. അതിൽ നിന്നൊരു പീസ് എടുത്ത് കുഞ്ഞൂസ് എനിക്ക് തന്നു. അപ്പം ഞങ്ങൾ അതിൽ നിന്ന് ഒരു കഷ്ണം മമ്മിക്കും കൊടുത്തു. കാരണം ഞങ്ങളിന്ന് വേറെ ഗസ്റ്റുകളോ അല്ലെങ്കിൽ ആരെയും ക്ഷണിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എല്ലാവരുടെയും വിഷസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രാവിലെ തൊട്ട് എല്ലാവരും ഗിഫ്റ്റുകളും വിഷസ്സുകളും ഒക്കെ നമുക്ക് തന്നിരുന്നു. കുറേ ആളുകൾ ഗിഫ്റ്റുകളൊക്കെ കൊണ്ട് തന്നു. അതൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ നിങ്ങളെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, കേക്ക് മുറിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് ഇത് മമ്മി ചോദിച്ചത് ഇത് മാത്രമേ ഉള്ളൂ എന്ന്. ഇന്ന് മമ്മി എൻ്റെ അടുത്ത് ചോദിച്ചു ഗിഫ്റ്റൊന്നും കൊടുക്കുന്നില്ലേന്ന്. അപ്പോൾ അത് ചോദിച്ച് കേട്ട ഉടനെ തന്നെ കേക്ക് മാത്രമേ ഉള്ളോ ഗിഫ്റ്റൊന്നും ഇല്ലേ എന്ന് മമ്മി എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി ശരിക്കും ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മമ്മി അത് ചോദിച്ച ഉടനെ തന്നെ കുഞ്ഞൂസ് ഓടിപ്പോയി. എങ്ങോട്ടാ പോയെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഞാനിത് കണ്ടു, എൻ്റെ പോക്കറ്റിൽ ഞാനൊരു ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞൂസ് കാണാതെ കൊടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഞ്ഞൂസ് എനിക്ക് അതിലും വലിയൊരു സർപ്രൈസായിട്ട് വേറൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അറിയാതെ തന്നെ. അത് എടുത്ത് കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി പോയി അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ. അതുപോലെ തന്നെ ഞാനും ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഇനി ഞാനത് തുറന്ന് നോക്കിയപ്പോഴാണ്ടേ അതിനകത്ത് വളരെ സർപ്രൈസായിട്ടുള്ളൊരു ഗിഫ്റ്റ്. അത് കുഞ്ഞൂസിൻ്റെ ഒരു സർപ്രൈസ് ആയതുകൊണ്ട് അത് ഞാൻ നിങ്ങളെ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം, ഇപ്പോൾ കാണിക്കുന്നില്ല.
അതുപോലെ തന്നെ കാരണം അത് അത്യാവശ്യം വിലപിടിപ്പുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ തന്നത്. അതാ നമ്മൾ ആ ഗിഫ്റ്റ് അവിടെ വെച്ചു. കുഞ്ഞൂസിന് ഞാനും കൊടുത്തൊരു ഗിഫ്റ്റ് അതും വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മമ്മി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ തന്ന ഗിഫ്റ്റുകളാണ് ഈ കാണുന്നത്. ഈ ഇരിക്കുന്നത് പെർഫ്യൂമ്, അതുപോലെ തന്നെ വാച്ച്, പിന്നെ കുഞ്ഞൂസിനൊരു മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റിയൽമിയുടെ ഒരു ഫോണ്. അപ്പോൾ അതൊരു ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്ന് കരുതിയിട്ട്. പിന്നെ ഈ കാണുന്നതാണ് ഗിഫ്റ്റുകൾ. ഈ ഇരിക്കുന്നതൊക്കെ അത്രയൊക്കെ ചെറിയ ചെറിയ കുറച്ച് ഗിഫ്റ്റുകളൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങളുടെ അങ്ങനെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കൂടി കടന്നുപോയി. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലും ഇതുപോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ വൈകുന്നേരം വീണ്ടും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്കാണ് ഇനി പോകുന്നത്. ഈ കാണുന്നതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ കേട്ടോ. ഒരുപാട് വലിയ ഗിഫ്റ്റുകളൊന്നുമല്ല, പക്ഷേ എന്നാലും ചെറുതാണെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണല്ലോ. പിന്നെ ഇതാ വൈകിട്ട് നമ്മൾ ഡിന്നറ് റെഡിയാക്കി. ഡിന്നറിന് നമ്മൾ ചപ്പാത്തിയാണ്, മമ്മി ചപ്പാത്തി ഉണ്ടാക്കി, ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി തന്നു. അപ്പോൾ വൈകിട്ട് ഞങ്ങളത് കഴിച്ചു. അതും ജസ്റ്റ് വൈനുണ്ടായിരുന്നു, വൈനൊക്കെ ആയിട്ട് അതും കഴിച്ച് കേക്ക് മുറിച്ചു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് വൈകിട്ട് ഡിന്നറും കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി കിടന്നുറങ്ങണം.